ഒറ്റ വിസിലടിച്ചിട്ട് ഒരു കുക്കർ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? നിങ്ങൾ എത്ര പേര് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്? വളരെ എളുപ്പമാണ് കേട്ടോ. എളുപ്പപ്പണി, എന്നെപ്പോലെ മടിയുള്ളവർക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്നൊരു പണിയാണ്. അപ്പോൾ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്, അതിലോട്ട് കുറച്ച് നെയ്യ് അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ഇച്ചിരി ഉള്ളായിരുന്നു, അതുകൊണ്ട് തട്ടി തടഞ്ഞൊക്കെ ഇടണം. അതിൻ്റെ കൂടെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിക്കുന്നുണ്ടേ. അതിലോട്ട് നമ്മുടെ പട്ട, ഏലക്ക, ഗ്രാമ്പൂ, സ്റ്റാർ, നമ്മുടെ ബേ ലീഫ് എല്ലാം കൂടി ഇട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള അങ്ങോട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ഇടാം, ഉപ്പ് പിന്നീടായാലും ഇട്ടാൽ മതി, നോക്കിയിട്ടൊക്കെ ഇട്ടാലും മതി. പിന്നെ പെട്ടെന്ന് സവാള ഒന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പൂടെ ചേർക്കാം. അതിലോട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പോ മുന്തിരിങ്ങയോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. സവാള വഴണ്ടി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാൻ തീ കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒക്കെ ഇളക്കി കൊടുക്കുന്നുണ്ട്. കൈയൊക്കെ ഇത്തിരി വേദന എടുക്കും, അതൊക്കെ ഒന്ന് സഹിക്കാം. സവാള ഒന്ന് പകുതി വഴണ്ട് വരുമ്പോഴത്തേനും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് മൂന്നും കൂടി അരച്ചെടുത്ത പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഉള്ളത് ഞാൻ മൊത്തത്തിലങ്ങ് തട്ടിയിട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ളതേ ഉള്ളായിരുന്നു കേട്ടോ. ഇനി വേറെ എന്തിനേലും വേണമെങ്കിൽ വേറെ സെപ്പറേറ്റ് ചതച്ചെടുക്കണം. അത് അന്നേരം നമുക്ക് ചതച്ചെടുക്കാം. ഇപ്പം ഞാൻ ഉള്ളതെല്ലാം കൂടി ഇതിനകത്തോട്ടങ്ങ് തട്ടിയിട്ടുണ്ട്. സവാള വഴണ്ട് വന്നപ്പോൾ ഞാൻ അതിനകത്തോട്ട് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇനി അതൊന്ന് പേസ്റ്റാക്കി വഴറ്റിയെടുക്കാവേ. തക്കാളി നന്നായിട്ട് വഴണ്ടതിന് ശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ബിരിയാണി മസാല, ഇത്രയും മസാല പൊടികളെ ഞാൻ ചേർക്കുന്നുള്ളൂ. മല്ലിപ്പൊടിയോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല, ഗരം മസാലയോ ഒന്നും ചേർക്കുന്നില്ല. ഒരു കളറ് കിട്ടാൻ വേണ്ടി, റെഡ് കളറ് കിട്ടാൻ വേണ്ടി കുറച്ച് കാശ്മീരി മുളക് പൊടിയും പിന്നെ ബാക്കി മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ബാക്കി ഞാൻ ബിരിയാണി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ പൊടികളുടെ എല്ലാം ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് നമുക്ക് ചൂടാക്കി വഴറ്റിയെടുക്കാം. ഈ മസാലയിലോട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ലെഗ് പീസും ഉൾപ്പെടെ എല്ലാം ഇട്ടിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അരി എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് 2 ഗ്ലാസ് അരിയാണെങ്കിൽ 4 ഗ്ലാസ് വെള്ളം, 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം, അങ്ങനെയാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കും. ഞാനിവിടെ കൈമ റൈസാണ് എടുത്തേക്കുന്നത്. ബസ്മതി റൈസ് ആയാലും മതി, ഏതരിയാണേലും എടുക്കുന്ന ഗ്ലാസ്സിന് ഇരട്ടി വെള്ളം, അത്രയാണ് ഞാൻ വെള്ളം വെച്ചേക്കുന്നത്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒറ്റ വിസിൽ മാത്രം വെച്ചാൽ മതി. ഒരു വിസിൽ അടുപ്പിച്ചതിന് ശേഷം അതിൻ്റെ ആവിയെല്ലാം പോയി ബിരിയാണി ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ കഴിക്കുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ നമുക്ക് കിട്ടുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എന്താണെന്ന് പറയണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.